ചേട്ടാ, മുൻ കാമുകന്റെ ഭാര്യയിൽ HIV രക്തം കുത്തിവെച്ച് നേഴ്സ് അറസ്റ്റിൽ. ഇങ്ങനെ ഒരു ന്യൂസാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടത്. സത്യത്തിൽ ഇത് വെറുമൊരു ന്യൂസ് അല്ല, സിനിമാ കഥകളെ പോലും വെല്ലുന്ന രംഗങ്ങളായിരുന്നു ഇതിനകത്തുള്ളത്. ഉം. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സിനിമയിൽ ഇങ്ങനെ ഒരു രംഗം നമ്മൾ കണ്ടിട്ടില്ല. അതെ. ഇനി ആരെങ്കിലും ഇനി സിനിമയിൽ ഇത് ഉപയോഗിക്കുന്നെങ്കിലേ ഉള്ളൂ. ഈ പകയെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പകയുണ്ടോ? ഒരാൾ ഇപ്പോൾ വിവാഹം നടക്കുന്ന വേദിയിലൊക്കെ വന്ന് മുൻകാമുകി ബഹളമിടുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൊലപാതകങ്ങളിലേക്കൊക്കെ നയിക്കുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അത്യപൂർവമായൊരു സംഭവമാണ്. ഈ കുർണൂൽ ആന്ധ്രാപ്രദേശ്, അവിടുത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ജെ ബാബു പ്രസാദ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ യുവതി, ഈ കേസിലെ പ്രതിയായ യുവതി, മറ്റേ ഡോക്ടറാണ്, ഇത് നഴ്സാണ്, മറ്റേ ഡോക്ടറാണ്. ഈ ഡോക്ടറെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിരുന്നു. കാരണം അവർ പോകുന്ന വഴി നിരീക്ഷിക്കുക, നീക്കങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ കൃത്യമായ ഒരു സന്ദർഭം ഒത്തുകിട്ടുന്നതിന് വേണ്ടി ഒരു വർഷമാണ് നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ജനുവരി 9 പോകുന്നത്. ജനുവരി 9 ഈ സംഭവം. ജനുവരി 9 ഈ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ പോയി ഉച്ചഭക്ഷണം കഴിച്ചു, ലഞ്ച് കഴിച്ചിട്ട് തിരിച്ചു വരുന്നു. ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഈ യുവതി. ഇവരെ സ്കൂട്ടറിലാണ് ഇവർ വരുന്നത്. അപ്പോൾ സ്കൂട്ടറിൽ വരുന്ന സമയത്ത്, ഉച്ചഭക്ഷണം കഴിഞ്ഞ് സ്കൂട്ടറിൽ വരുന്ന സമയത്ത് വിനായക് ഘാട്ടിലെ KC കനാലിന് സമീപത്ത് വെച്ച് അപകടം സംഭവിക്കുന്നു. അപകടം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 2 യുവാക്കൾ ബൈക്കിൽ വരുന്നു. ഈ ബൈക്കും ഡോക്ടർ വന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചു. പരിക്കേറ്റ് ഈ ഡോക്ടറായിട്ടുള്ള യുവതി അവിടെ വീണു. അങ്ങനെ വീണ സമയത്താണ് സഹായിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരാൾ അവിടെ വരുന്നു. ആ വന്ന ആളിൻ്റെ പേരാണ് ബിച്ചുപ്പള്ളി ബോയ വസുന്ധര. അങ്ങനെയാണ്, വസുന്ധര എന്നാണ് പേര്, ബി വസുന്ധര, ബിച്ചുപ്പള്ളി ബോയ വസുന്ധര. അപ്പോൾ വസുന്ധര വന്നിട്ട് ഈ ഡോക്ടറെ, പരിക്കേറ്റ ഡോക്ടറെ, സുഹൃത്തും ഉണ്ടായിരുന്നു, ഒരു ഓട്ടോയിലേക്ക്, ഞാൻ 2 പേരെന്ന് പറഞ്ഞെന്ന് തോന്നുന്നല്ലേ, ചില സമയത്ത് എനിക്ക് വിട്ടുപോകും, അത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി, രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി. ഓട്ടോറിക്ഷയിലേക്ക് കയറ്റുന്ന സമയത്താണ് ഈ വസുന്ധര, ബി വസുന്ധര, ബോയ വസുന്ധര സിറിഞ്ചെടുത്തിട്ട് ഈ HIV വൈറസ്, HIV പോസിറ്റീവാണ്, HIV പോസിറ്റീവായിട്ടുള്ള വൈറസ് ഈ ഡോക്ടറുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചപ്പോൾ അവർ ഡോക്ടറാണല്ലോ, അവർക്ക് മനസ്സിലായി എന്തോ അപകടമാണ്. അപ്പോൾ അവർ ബഹളം ഉണ്ടാക്കിയ സമയത്ത് വസുന്ധര അവിടെ നിന്ന് ഇറങ്ങി ഓടി. പക്ഷേ ഇവർ രക്ഷപ്പെട്ടങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ ഈ ഡോക്ടർ ഈ വാഹനത്തിൻ്റെ നമ്പർ വളരെ കൃത്യമായി നോക്കി വെച്ചിരുന്നു. ഇവർ വന്ന വാഹനത്തിൻ്റെ നമ്പർ കൃത്യമായി നോക്കി വെച്ചിരുന്നു. ഒരു വർഷത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു വർഷത്തെ ആസൂത്രണമാണ്. അപ്പോൾ ആ ആസൂത്രണത്തിൻ്റെ പരിസമാപ്തി, റിസൾട്ട് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ദിവസം ജനുവരി 9. ഇതെങ്ങനെയാണ് ഇത് സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ, അവിടെയാണ് അടുത്തയാൾ വരുന്നത്. അതും ഒരു നഴ്സാണ്. ആ നഴ്സിൻ്റെ പേര് ജ്യോതി എന്നാണ്, ജ്യോതി. അപ്പോൾ ഈ ജ്യോതി ഇവർക്ക് സഹായം ചെയ്തു കൊടുത്തു. ഈ HIV, നമ്മളിപ്പോൾ ചെന്ന് എവിടെയെങ്കിലും ചോദിച്ചാൽ അത് കിട്ടത്തില്ലല്ലോ. HIV പോസിറ്റീവായിട്ടുള്ള ബ്ലഡ് വേണം എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഇവർ നേഴ്സ് ആയതുകൊണ്ട് ഗവേഷണ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ജ്യോതി ഒരു സ്വകാര്യ ആശുപത്രിയിലെ നഴ്സാണ്. അവർ ഈ അഡോണിയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സാണ്. അവരൊരു സർക്കാർ ആശുപത്രിയിൽ ചെന്നിട്ട് അവിടുത്തെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗവേഷണ ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് സംഘടിപ്പിച്ചു. ആ ബ്ലഡ് കൊണ്ടുവന്നിട്ട്, രക്തം കൊണ്ടുവന്നിട്ട്, HIV വൈറസ് ഉള്ള ഈ ബ്ലഡ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് HIV വൈറസിന് ദിവസങ്ങളോളം നിലനിൽക്കാൻ, ആ തണുപ്പിൽ നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരവും പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ ഭർത്താവ് തന്നെയാണ്, ഈ ഡോക്ടറുടെ ഭർത്താവ് തന്നെയാണ്. അപ്പോൾ ഡോക്ടർ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരു അപകടം ഉണ്ടാക്കിയിട്ടാണ്, അപ്പോൾ അതായത് അപകടം സൃഷ്ടിച്ചതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ ഭർത്താവ് നേരെ
ടൗൺ പോലീസിലേക്ക് എത്തി പരാതി കൊടുക്കുന്നു. തൻ്റെ ഭാര്യയെ ഇങ്ങനെ ശരീരത്തിൽ എന്തോ കുത്തിവെച്ചു, ആശുപത്രിയിൽ അപകടം ഉണ്ടായി, രക്ഷിക്കാൻ വന്ന ആളുകൾ ശരീരത്തിൽ എന്തോ കുത്തിവെച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോലീസ് ഈ കേസ് അന്വേഷിച്ചു തുടങ്ങുന്നത്. അന്വേഷിക്കുമ്പോഴാണ് ഇത് ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു അപകടമാണെന്നും ഈ അപകടത്തിൻ്റെ പിന്നിൽ ഈ ഡോക്ടറുടെ കുടുംബം തന്നെ ഒരാളെ HIV വൈറസ് കുത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബം തന്നെ പിന്നെ ഇല്ലാതാകുകയാണ്. സ്വാഭാവികമായിട്ടും തൻ്റെ മുൻ കാമുകനിലേക്കും ഈ വൈറസ് എത്തുമല്ലോ, കാരണം അയാളുടെ ഭാര്യയാണ് ഈ ഡോക്ടർ. അപ്പോൾ ആ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കണം. അപ്പോൾ അതിന് സാധാരണഗതിയിലുള്ള ചിന്തയൊന്നുമല്ല ചിന്തിച്ചത്. അവർക്ക് കിട്ടാത്തൊരു ജീവിതം അതെ മറ്റേവർക്കും വേണ്ട. അല്ല, ഇതിനകത്ത് ഈ കുട്ടിക്കാലം മുതലേ ഈ വസുന്ധരയും ഈ പറയുന്ന ഡോക്ടറും സുഹൃത്തായ ഡോക്ടറും പ്രണയത്തിലായിരുന്നു. വളരെ ചെറിയ പ്രായം മുതൽ അവർ പ്രണയത്തിലായിരുന്നു. അങ്ങനെ പ്രണയത്തിലായിട്ടാണ് പിന്നീട് മുതിർന്ന് ഇയാൾ മറ്റൊരു ജീവിതത്തിലേക്ക് മറ്റൊരു യുവതിയെ, ഡോക്ടറായിട്ടുള്ള യുവതിയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ നമുക്കൊരാളെ ഇപ്പോൾ ഒരാൾക്ക് വേണ്ട, ചില ആളുകൾക്ക് അത് ഭയങ്കര അങ്ങനെ അങ്ങ് മനസ്സിൽ അങ്ങനെ അയാൾക്ക് എന്നെ വേണ്ട എന്നാൽ പോട്ടെ എന്ന് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വലിയ ദുഃഖം ജീവിതാവസാനം വരെ ഉണ്ടാകും. പക്ഷെ ചിലർക്ക് ദുഃഖമായിരിക്കില്ല ഉണ്ടാകുന്നത്, ചിലർക്കത് പകയായിരിക്കും ഉണ്ടാകും. പക ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ ആ പക വീട്ടാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എങ്ങനെ കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ ഇല്ലാതാക്കാം എന്നുള്ള ചിന്തയാണ്. ഇവിടെ വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. HIV വൈറസ് കുത്തിവെച്ച് തൻ്റെ മുൻ കാമുകൻ്റെ ഭാര്യയെ ഇല്ലാതാക്കുക, അതുവഴി ആ കുടുംബത്തെ ഇല്ലാതാക്കുക. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ആസൂത്രിതമായ ഒരു അപകടമാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ നേഴ്സ് ജ്യോതിയെയും ആദ്യം ആ യുവാക്കളെ, ജ്യോതിയുടെ മക്കളാണ് ബൈക്കിൽ വന്ന അതെ ബൈക്കിൽ വന്ന ആളുകൾ. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതുവഴി ജ്യോതിയിലേക്ക് എത്തുന്നു. അപ്പോൾ ജ്യോതി പറഞ്ഞു, ഇത് വസുന്ധരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്, HIV വൈറസാണ്, അത് ഞാൻ കൊടുത്തത് വസുന്ധരയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ വസുന്ധരയിലേക്ക് എത്തുന്നു. വസുന്ധര അപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കഥകളെല്ലാം പറയുന്നു. എന്നെ തേച്ചിട്ട് പോയ കാമുകനോടുള്ള പകയാണ്, അയാളെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയാണ് എന്നെ ഇങ്ങനെ ഇതിന് പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതുപോലെ HIV വൈറസൊക്കെ കുത്തിവെച്ച് അത് സാധാരണക്കാർക്കൊന്നും പറ്റുന്ന ഒരു കാര്യമില്ല. ആദ്യമായിട്ട് കേൾക്കുന്നത്. പിന്നെ അങ്ങനെ അങ്ങ് ചിന്തിക്കത്തില്ലല്ലോ ഒരാൾ. ഇപ്പോൾ ഒരാളെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഒരാൾക്ക് പണി കൊടുക്കണം, പക വീട്ടണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഇത്തരം ഒരു ചിന്തയിലേക്കൊന്നും പോകത്തില്ല. അപ്പം നമ്മളെ വേണ്ട എന്ന് ഒരാൾക്ക് തോന്നിയാൽ അയാളെ കളഞ്ഞേക്കുക. ആകപ്പാടെ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ അയാളെയും കളയുക. പിന്നെ അയാളെ ഇല്ലാതാക്കാനും പക വീട്ടാനും നമ്മുടെ ജീവിതം തന്നെ പിന്നെ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ ജയിലിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ ഡോക്ടറുടെ ജീവിതം എന്തായി തീരും എന്നുള്ളതൊക്കെ കണ്ടറിയണം. കാരണം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അത് മാത്രമല്ല HIV വൈറസ് എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും അവർക്ക് ആ ഭയം ഉണ്ടാകുമല്ലോ. HIV വൈറസ് നിലനിൽക്കാനില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു ഭയം അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞെട്ടലോടെ അല്ലാതെ നമുക്കത് കേൾക്കാൻ പറ്റില്ല. ഇത് ആന്ധ്രാപ്രദേശിലാണെങ്കിൽ പോലും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ശരി.